ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ വീഡിയോ ഇടാൻ എന്താണെന്നൊക്കെ ഞാൻ പറയാം കേട്ടോ. അതിന് മുമ്പേ നമ്മൾ ഇന്നലെ ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്ത ഓരോരോ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നുണ്ടാക്കിയാണ്. എന്താണെന്ന് വെച്ചാൽ ആരും ഇന്നലെ ഒന്നും വന്നില്ല. അപ്പം നമ്മൾ ചുമ്മാ പുൽക്കൂടൊക്കെ ജസ്റ്റ് ചുമ്മാ വെച്ചേ ഉള്ളൂ, വെക്കണമെന്ന് തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ എന്താണ് നമ്മൾ ഇന്നലെ വീഡിയോ ഇടാഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ സ്നോബൽ മരിച്ചുപോയി ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ മരത്തിൻ്റെയൊക്കെ അവിടെ വെച്ചിട്ട് അവനെ ഞാൻ നക്കിപ്പൂച്ചാണെന്നും പറഞ്ഞ് നിങ്ങളോട് ഞാൻ പറഞ്ഞ വീഡിയോ ഒക്കെ ഇട്ടില്ലേ. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ വീഡിയോ ഇട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവൻ ചത്തുപോയത്. ഞാൻ ഇവിടേക്ക് ഇരുത്തി ചൊറിഞ്ഞൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് ഏനാദിയിൽ പോയി. ഏനാദിയിൽ പോയപ്പോഴത്തേക്കാണെങ്കിൽ അവൻ ഞങ്ങളുടെ പുറകെ വന്ന് ഞാൻ തോന്നുന്നു. ഏനാദിയിൽ ചെന്നപ്പോൾ അച്ഛ വിളിച്ച് പറഞ്ഞ് അവൻ ചത്തുപോയി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടോ. എന്നിട്ട് കണ്ടിട്ട് തന്നെ സങ്കടം വന്നു പോയി. കാരണം മേത്തൊക്കെ മൊത്തം ചോര. എന്നിട്ട് എന്നെ കുഴിച്ചിട്ട് കേട്ടോ. ഇപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പം കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്ന നമുക്ക് ഭയങ്കര സങ്കടമായിപ്പോവും. അപ്പോൾ നമ്മളത് ആലോചിക്കാതിരിക്കുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ആലോചിക്കാതിരിക്കാൻ നോക്കുക. അതിന് ആലോചിച്ച് സങ്കടപ്പെട്ടിട്ട് എനിക്ക് കാര്യമില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം നമ്മൾ വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും വീഡിയോ എടുക്കാൻ ഞാൻ ഓർത്തു. എന്തായാലും നമ്മൾ ആലോചിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളിനി ആലോചിക്കുന്നുമില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മുടെ കുഞ്ഞിപ്പൂച്ച ഇവിടെ വരാൻ തുടങ്ങി ഗൈസ്. അവൻ പോയിട്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. അവനുള്ള കാരണം തോന്നുന്നു അവൾ ഇങ്ങോട്ട് വരൂലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഗൈസ് ഞാൻ പറഞ്ഞത്. പിന്നെ ദേ നമ്മുടെ പുൽക്കൂട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ദേ ഇവിടെ ഇത് കണ്ടോ ഗൈസ്, ഇത് ഞാൻ ഉണ്ടാക്കിയ മാലാഹയാണ്. ദേ പിന്നെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയും തന്നെ ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതും ആലോചിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടം വരും. അപ്പം നമ്മൾ ആലോചിക്കാതെ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഞാൻ അന്ന് തന്നെ ഇവിടെ ഉത്സവമായിരുന്നു. അപ്പോൾ ഉത്സവമായിരുന്നപ്പോൾ അമ്മ പറഞ്ഞ് ലേറ്റ് ഇടാന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമായിരുന്നു ഞങ്ങൾ. അപ്പോഴാണ് ഇവൻ ചത്തുപോയത്. അപ്പം അമ്മ പറഞ്ഞ് വേണ്ട, ലേറ്റ് ഇടണ്ട, ഒരു ചിരാത് കത്തിച്ച് വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും ഞാൻ പറഞ്ഞു അന്ന് എന്തായാലും ലേറ്റ് ഇടാം, നമ്മളിത് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ലേറ്റ് ഇടാമെന്ന് പറഞ്ഞ് ലേറ്റ് എടുക്കുമ്പോൾ ഇപ്പോൾ ലേറ്റ് കിട്ടിയില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ലേറ്റ് ഇട്ടില്ല. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ പോയി വേറെ ലൈറ്റ് മേടിച്ചുകൊണ്ട് വന്നിട്ട് ലൈറ്റ് ഇട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ഇവിടെ ലൈറ്റ് ഞാൻ ഓണാക്കാം. കണ്ടോ ഗൈസ്, ഇവിടെ ലൈറ്റ് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും നമ്മൾ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ ഇവിടെയും കൂടി ഇച്ചിരി ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ അകത്തൊക്കെ ചുറ്റി വെച്ചു കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അവൻ ശരിക്കും പറഞ്ഞാൽ സ്നോവിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ഇവിടെ ഓരോ സാധനങ്ങൾ കട്ട് തിന്നുക, നമ്മൾ ചെയ്യുന്നതൊക്കെ ഓപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവൻ്റെ പരിപാടി. കാരണം ഞാൻ പഠിക്കാതിരിക്കുമ്പോൾ എൻ്റെ ബുക്കിൽ വന്ന് കിടക്കും, എൻ്റെ മേത്ത് വന്നിരിക്കും. അതൊക്കെയായിരുന്നു അവൻ്റെ പരിപാടി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ വെറുതെ ഇരിക്കുകയാണെങ്കിലും എൻ്റെ മേത്തൊക്കെ വന്നിരിക്കാറാട്ടോ അവൻ്റെ പതിവ്. പക്ഷെ ഇപ്പം അവൻ ഇരിക്കാനില്ല. അപ്പോൾ ഇന്നലെയൊക്കെ ആണെങ്കിലും ഞങ്ങൾ ചുമ്മാ മീനൊക്കെ മേടിക്കുമ്പോൾ അവൻ എപ്പോഴും ഈ കഴിഞ്ഞ ദിവസം മീൻ മേടിച്ചിട്ടാണെങ്കിൽ അമ്മ വെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് തല വന്നു ഗൈസ് ബാക്കി. അപ്പോൾ തല കഴിഞ്ഞപ്പോൾ അച്ഛമ്മയും അമ്മയും കൂടി പറയുന്നുണ്ടായിരുന്നു അവനുണ്ടായിരുന്നു കൊടുക്കാമായിരുന്നല്ല, അവനുണ്ടായിരുന്നു കാറി കൂവി. അയ്യോ, അവൻ എന്നാ ഒരു സ്വഭാവം എന്നറിയാമോ, കാറി കൂവി മാന്താനൊക്കെ വരും, എന്നിട്ട് ഞാൻ കൊണ്ടൊക്കെ കൊടുക്കും. അപ്പോൾ അതായിരുന്നു അവന് മീൻ തല മാത്രം അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളൂ. കറി വെച്ചാലൊന്നും കഴിക്കാത്തൊരു കൂട്ടത്തിലായിരുന്നു. അപ്പോൾ ഭയങ്കര ആളാണ്, ചാടക്കാരനാണ് അവന്. മീൻ അങ്ങനെ പച്ചക്ക് കൊടുക്കണൊക്കെയാണ് പൊതുവേ ഇഷ്ടം. പക്ഷെ അവനിപ്പോൾ ഇല്ലല്ലോ കഴിക്കാൻ. അപ്പം ഞാൻ അത് കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ പിറ്റേ ദിവസം തന്നെ അപ്പുറത്തെ വീട്ടിൽ പൂച്ചേനെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അച്ഛമ്മയായിട്ട് പോയി എടുത്തുകൊണ്ട് വന്നു. പക്ഷെ എൻ്റെ പൊന്നു ഗൈസ്, അത് ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഞാൻ അവിടെ പോലെ കണ്ട പോലത്തെ വലിപ്പമല്ലായിരുന്നു. ഇച്ചിരി കൂടി വലുതായിട്ട് കണ്ണൊക്കെ തുറന്ന് മീനൊക്കെ കഴിക്കുന്നൊരു ഭാഗം. എൻ്റെ പൊന്നു അതിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ കാറി കൂവി ഇവിടെ അലമ്പാക്കി അവപ്പാടെ സീനാക്കി. എൻ്റെ ടേബിളിനടിയിൽ പോയിരുന്നു, അവിടെയൊക്കെ മാന്തി പൊളിച്ച്. എന്നിട്ട് കട്ടിലിനടിയിൽ കയറി ഇരുന്നിട്ട് അത് പിന്നെ ഇറങ്ങി വരില്ലായിരുന്നു. എന്നിട്ട് അടുക്കളയിൽ കയറിപ്പോൾ തൊടാൻ പോലും സമ്മതിക്കുള്ളൂ. അപ്പോൾ നമ്മൾ അതെന്തായാലും വലുതായപ്പോൾ പിന്നെ ഇണങ്ങൂലെന്ന് ഓർത്ത് അപ്പം നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് അത് പുറത്തോട്ട് ഇറങ്ങിപ്പോയി. വണ്ടിയൊന്നും കയറാമെന്ന് ഓർത്ത് ഞാൻ തിരിച്ചു കൊണ്ട് കൊടുത്തു ഗൈസ്. അത് രാത്രി തന്നെ ആൻറ്റിയുടെ ആയിക്കൊണ്ട് ഞാൻ തിരിച്ചു കൊടുത്തു, വേണ്ട അത് കിടന്ന് കാറ് വന്നും പറഞ്ഞ്. അപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞി ഇപ്പോൾ വേറെ പ്രസവിക്കാറായിട്ടുണ്ട്. എന്തായാലും ഇവിടെ വരാറുണ്ട്, ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടോ അച്ഛൻ? ബാ കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ കുഞ്ഞി എനിക്കെടുക്കാൻ നല്ല പേടി കേട്ടോ. അവൾ പേടിച്ചിരിക്കുവാണ്. അയ്യോ പോലെ കിടന്നോ. ഇല്ല വീടിനകത്ത് തന്നെയാണ്. ഇപ്പം ഞങ്ങൾ ഗ്രില്ലിൻ്റെ അവിടെ ഇട്ടു കേട്ടോ. കാരണം അവൾ പുറത്തോട്ട് ഇപ്പോൾ പോകണില്ല അങ്ങനെ. അപ്പം ഞങ്ങൾ ഗ്രില്ലോട്ട് ഇട്ട് അവിടെ കിടന്നോട്ടെ, ആരും ശല്യപ്പെടുത്തൂലല്ലോ.
അപ്പോൾ കണ്ടില്ലേ ഗൈസ്. അപ്പോൾ ഞാൻ അമ്മയോട് പറയുമായിരുന്നു ഇതിൻ്റെ അകത്ത് നമ്മുടെ സ്നോയിൻ്റെ 2ാം തലമുറ ജനിച്ചു വരുന്നതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ അപ്പുറത്ത് തോട്ടിലല്ലോ കണ്ടമ്പൂച്ചയുടെ ആയിരിക്കും, എനിക്കറിയാൻ പാടില്ല. സ്നോ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ഇത്. അയ്യോ പോലെടി ഇവിടെ ഓടും ഗൈസ്, എന്നിട്ട് മണ്ണിൽ പോയിട്ട് ഇങ്ങനെ നടന്ന് ചൊറിയും. അത് എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ പിടിക്കണൊക്കെ നല്ല ശ്രദ്ധിച്ചാണ്. പോലെ 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 പിടിച്ചോണേ. പിന്നെ നമ്മൾ അമ്മൂനെ കുറേ കണ്ടിട്ടുള്ള കാരണം പിന്നെ കുഴപ്പമില്ല കേട്ടോ. ഭയങ്കര ഇതാണ്, നമുക്ക് ഭയങ്കര പേടിയാണ് ഗൈസ് ഇവക്ക്. അയ്യോ ചാടി പോണു, പുറത്തോട്ട് വിടണമെന്നാ പറഞ്ഞത്. ഇത് കണ്ട ഇവളും സ്നോയും പിന്നെ വേറൊരു മിക്കിയില്ലേ അതും വണ്ടി കയറി ചത്തയാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ സ്നോ അമ്മ ഇങ്ങനെ വാ. നമ്മുടെ വീടിന് നേരെ മുന്നിലാണ് ഗൈസ് റോഡ്. അപ്പോൾ റോഡായതുകൊണ്ട് പൂച്ചയെല്ലാം ഇറങ്ങിപ്പോവും. അപ്പോൾ ഇറങ്ങിപ്പോകുമ്പോൾ ഇത് ചെന്ന് വണ്ടി ഒന്നാമത് ഈ പേർഷ്യൻ ക്യാറ്റ് എന്ന് പറഞ്ഞ സാധനത്തിന് ഓടാൻ അറിയാൻ പാടില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം മിക്ക സ്നോബലും വന്നപ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു. ചേട്ടായി കൊണ്ടുവന്നതാണ് കേട്ടോ 2 പേരെ. അത് 2 പേരെ കൊണ്ടുവന്നിട്ട് റോട്ടിൽ ഓടിപ്പോവും. ഇത് ഓടിപ്പോവും, നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റുമോ? എത്രയാണെന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കണത്. ഞാൻ പിടിച്ചു വെച്ചാൽ കിടന്ന് മാന്തു. ഇങ്ങനത്തെ സാധനങ്ങളായിരുന്നു. ഇത് ഓടി. അപ്പോൾ ഒരു ദിവസം ഇതേപോലെ മിക്കി ഓടിയിട്ട് റോട്ടിൽ പോയി. ഞങ്ങൾ തിരുവനന്തപുരം പോവായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവള് പോയി ഇങ്ങനെ ഓടണത്. ഇതേപോലെ തന്നെ ഒരു ഇച്ചിരി കൂടി ഡാർക്ക് ആയിട്ടുള്ള കളർ. അമ്മേനെ എന്താ അമ്മ വിളിക്കണേ? അർദ്ധനാരീശ്വരി എന്നൊക്കെ ആയിരുന്നു അമ്മ വിളിക്കുന്നത്. കാരണം ശിവനും പാർവതിയും 2 മുഖമല്ലേ, അതുപോലെയാണ്. അതിന് ഇപ്പുറത്തെ ഭാഗം മൊത്തം കംപ്ലീറ്റ് കറുത്തത്, ഇപ്പുറത്തൊരു ക്രീം കളർ കൂടിയൊരിതായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ അത് പുറത്തോട്ട് പോയി. പിന്നെ അത് ഞങ്ങളെ വന്ന് നോക്കുമ്പോൾ വണ്ടി കയറി ചോരയൊക്കെ ആയി. എന്നിട്ട് പിന്നെ ഒഴിച്ചിട്ട് കേട്ടോ. അപ്പം അതുപോലെ തന്നെയായിരുന്നു സ്നോയും. ഞങ്ങൾ അതിനകത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോൾ റോട്ടിൽ ഞങ്ങൾ വന്ന വഴിയാണ് ഇവനെ കാണുന്നത്. അല്ല, അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ട് വന്ന വഴി നോക്കുമ്പോൾ ഗൈസ് അവനെ ഒരയിലേക്ക് ഇട്ട് കുഞ്ഞി കേട്ടില്ല ആള് പോട്ടെ, ഒരയിലേക്ക് ഇട്ട് അവനെ മൂടി അവിടെ ഇട്ടേക്കണം. മുഖം കാണാമായിരുന്നു ഗൈസ്. ഭയങ്കര സങ്കടമായിപ്പോയി കണ്ടപ്പോൾ. എന്തായാലും എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് തന്നെ ആലോചിക്കാത്തതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് സങ്കടമില്ല ഗൈസ്. കാരണം സങ്കടം ഉണ്ട്, പക്ഷെ അത് ആലോചിക്കുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കാതിരിക്കാനല്ലേ ഏറ്റവും നല്ലത്. എന്തായാലും പോയത് തിരിച്ചെണീറ്റൊന്നും വരില്ലല്ലോ. അപ്പോൾ എന്തായാലും അതിനെന്നല്ല നമ്മൾ ആലോചിക്കാതിരിക്കുക. അപ്പോഴത്തേക്ക് എന്തായാലും സങ്കടം മാറിക്കിട്ടുമായിരിക്കും. അമ്മ പറഞ്ഞ അല്ല തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പാണ് ഗൈസ്. കാരണം കുഞ്ഞ് ഇത്രയും നാൾ വീട്ടിൽ വരൂലായിരുന്നു. ഒരു 5-6 ദിവസമായിക്കൊണ്ടാണ് അവൾ ഇങ്ങോട്ട് വന്നത് തന്നെ. അപ്പം എന്നാന്ന് വെച്ചാൽ അവൻ്റെ കുഞ്ഞ് നമ്മുടെ കുഞ്ഞിയുടെ വയറ്റിലുണ്ട് എന്നാണ് ഞങ്ങൾ പറയുന്നത്, അതാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ കുഞ്ഞിൻ്റെ വയറ്റിൽ കൂടി അത് പുനർജനിച്ച് നമ്മളെ സ്നോബൽ വരുന്നതായിരിക്കും. അതോ അപ്പുറത്തെ കണ്ടംപൂച്ചയുടെ കുഞ്ഞാണോന്ന് അറിയില്ല കേട്ടോ. സ്നോ വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും എനിക്ക് വെള്ള കറുപ്പ് എന്നുള്ള വേർതിരിവൊന്നുമില്ല. പക്ഷേ എനിക്കിനി സ്നോയിനെ പോലത്തെ തന്നെ ഒരു പൂച്ചനെ വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആ കുഞ്ഞ് പ്രസവിക്കുമ്പോൾ കിട്ടിയില്ല എങ്കിലും ഞാൻ വേറൊരെണ്ണത്തിന് മേടിക്കും ഗൈസ്. എനിക്ക് വേണം, എനിക്ക് അവനെ പോലെ ഇരിക്കുന്നതിൻ്റെ പൂച്ചനെ വേണം. ഞാൻ അന്ന് തന്നെ നോക്കി ഞങ്ങളെല്ലാവരും കൂടിയിട്ട്, പക്ഷെ അതിനെ എല്ലാത്തിനും അങ്ങ് വിൽക്കാൻ കിട്ടിയില്ല. ഇപ്പം തന്നെ തുടക്കം 10,000 രൂപയാണ് പേർഷ്യൻ ക്യാറ്റ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ അത്രക്ക് ഇതില്ല. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും ഇപ്പോൾ നമ്മളിങ്ങനെയൊക്കെ പോട്ടെ. അപ്പോൾ എന്തായാലും ഒരു ദിവസം നമുക്ക് സ്നോയിനെ പോലെ തന്നെ പൂച്ചനെ മേടിച്ച് സ്നോ എന്ന് പേരിടും ഞാൻ. അപ്പോൾ എന്തായാലും കുഞ്ഞിനെ നമുക്ക് നോക്കാം, അവളുണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഞങ്ങളുടെ ക്രിസ്മസിൻ്റെ വീഡിയോ ഇടാൻ എന്താണെന്നൊക്കെ അറിയാമല്ലോ, നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ കഴിഞ്ഞ വട്ടം നമ്മൾ കഴിഞ്ഞ വട്ടം ചിക്കൻ കറി വെക്കണ പോലത്തെ വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഇവിടെ അങ്ങനെയൊന്നും ചെയ്തില്ല. ഞാൻ ക്രിസ്മസിൻ്റെ ഇട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്ട് ഇട്ടായിരുന്നു നമ്മുടെ വീട്ടിൽ വന്ന കരോള്. എൻ്റെ പൊന്നു ഗൈസ് അടിപൊളി പാട്ടൊക്കെയാണ് അവർ വന്നത്. ഇതുവരെ വന്നേക്കെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കാണാം. പഞ്ചായത്തിൽ സന എന്നൊക്കെ പറയുന്ന സീനായിരുന്നു ഗൈസ്. അപ്പോൾ അങ്ങനത്തെ ഓരോ പാട്ടും ഇങ്ങനെ എല്ലാ വർഷവും ഓരോ കരോള് വരും, ഒരു കരോളെങ്കിലും വരും കേട്ടോ വീട്ടിൽ. അപ്പോൾ ഒരു വർഷം അങ്ങനെ കടന്നു. എനിക്ക് എല്ലാ വർഷങ്ങളിലും അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്ത വർഷമാണ് 2025. അപ്പോൾ എന്തായാലും ഇഷ്ടമൊക്കെ പെട്ടെന്നാലും നമുക്ക് കുറേ നമ്മുടെ പോയായിരുന്നു. നമ്മുടെ കടയിൽ ചേച്ചി നോക്കിയാൽ കേട്ടോ, നമ്മുടെ സ്നോ പോയി, അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടപ്പെട്ടൊരു വർഷമായിരുന്നു എന്ന്. പക്ഷെ ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് 2025 പറഞ്ഞാൽ 25 ആണ്. അപ്പം നടുക്കത്തെ വർഷമാണ്. ഇനി ഒരു 5 വർഷം കൂടി കഴിഞ്ഞാൽ 30 ആവും.
അപ്പം അങ്ങനത്തെ ഒരു വർഷം എന്നൊക്കെയാണ് വിചാരിച്ചത്. ഇച്ചിരി ഇതാവും എന്ന് ഓർത്താലും 2024 പോലെ തന്നെയായിരുന്നു. ഇനി 26 ഞാൻ നന്നാവാൻ തീരുമാനിച്ചു ഗൈസ്. നന്നാവാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഞാൻ നല്ല കുട്ടിയല്ലേലും, അപ്പോൾ എന്തായാലും നന്നാവാനായിട്ടാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതിൻ്റെ ട്രീയും പുൽക്കൂടും എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിക്കാം. എന്തായാലും ക്രിസ്മസ് കഴിഞ്ഞത് എടുക്കണതിന് കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഉണ്ണിയേശുവിനെ കണ്ടോ ഗൈസ്? പക്ഷേ ഈ ഉണ്ണിയേശുവിനെയൊക്കെ ഉണ്ടാക്കുന്നത് അവരൊരുമാതിരി ഇച്ചിരി വൃത്തിക്ക് ഉണ്ടാക്കാമായിരുന്നു. വൃത്തികേടാന്നല്ല ഉദ്ദേശിച്ചത്, എല്ലാത്തിനും ചിലതൊക്കെ കാണണം. നദിയിലൊക്കെ അവർ വെച്ചിരുന്ന് കൈ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന യേശുവായിരുന്നു. അപ്പോൾ എന്തായാലും അല്ലേ അമ്മ, അമ്മക്ക് യേശുവിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? യേശുവിൻ്റെ കൈ ഇരിക്കണുണ്ടോ? ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ മാലാഖയാണ് ഗൈസ്. എൻ്റെ ചിറക് ജസ്റ്റ് ഒന്ന് പൊട്ടിപ്പോയി, അപ്പോൾ ഞാൻ ഒട്ടിച്ച് വെച്ചത്. നമ്മുടെ മാലാഖ പൊക്കത്ത് പറന്ന് കിടക്കുന്നുണ്ടോ? കാണിച്ചു കൊടുക്കും. ദേ ഉണ്ണിയേശുവിന് തന്നെ അപമാനമായ യേശുവിനാണ് കാണിച്ചത്. കുഴപ്പമില്ല, അങ്ങനെയല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ആരും ഇനി എന്നെ കടിച്ചു കീറാൻ വരരുത്. അപ്പോൾ ദേ നമ്മുടെ ഉണ്ണിയേശുവിന്, എനിക്കതല്ല ഞാൻ പറഞ്ഞത്, അവർക്ക് മുഖമൊക്കെ ഇച്ചിരി കൂടെ വൃത്തിക്ക് വരക്കായിരുന്നു. ഉണ്ടാക്കിയാലൊന്നും കുഴപ്പം, ഇച്ചിരി വൃത്തി വരക്കായിരുന്നു. ഇതെന്താ ഉദ്ദേശിച്ചത്? കഴിഞ്ഞ വർഷമാണ് മേടിച്ചത്. ഇത് പീസൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഉണ്ണിയേശുവിന്. അപ്പോൾ അതെ നമ്മുടെ ഉണ്ണിയേശു ഇതാണ്. പിന്നെ ഗൈസ് ഇത് തോമസ്, ഇത് പക്ഷെ അതിന് പേരെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. സോറി ജോസഫാണ് ഗൈസ്. ഞാൻ എന്തോ ആലോചിച്ചു, അത് ഞാനിപ്പോൾ പറയണെന്ന് വെച്ചാൽ ജോസഫാണ്. ഇത് ജോസഫും ഇത് മറിയം അഥവാ മാതാവാണ്. ബാക്കിയുള്ള ഈ ആടിനെയും പശുവിനെയൊക്കെ പിടിച്ചു വെക്കുന്ന ഇത് ആരാന്നൊക്കെ അതല്ല, എനിക്ക് ഈ ആളെ കണ്ടിട്ട് കട്ടപ്പയുടെ ഒരു ഫീല് തോന്നുന്നു. നിങ്ങൾ പറ, എനിക്ക് ഈ പുള്ളിനെ എപ്പോൾ കണ്ടാലും കട്ടപ്പേനെ പോലെ തോന്നും. ആണോ? ബാഹുബലിയിലെ കട്ടപ്പ എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പേരറിയാമെങ്കിൽ കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ട്രീ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ വർഷത്തിനെക്കാട്ടി ഇഷ്ടപ്പെട്ട ഈ ട്രീ ആണ്. പക്ഷെ പുൽക്കൂടി ഇച്ചിരിയും കൂടി നമുക്ക് അടുത്ത വർഷം ഇതായിട്ട് ഉണ്ടാക്കാം, കൂടായിട്ട് തന്നെ ഉണ്ടാക്കാം. ഇത് ഒരുമാതിരി മേൽക്കൂര ഇല്ലാത്ത പുൽക്കൂടായിപ്പോയി. അപ്പോൾ എന്തായാലും ഗൈസ്, പിന്നെ അവിടെ ഒരു പരുന്തിൻ്റെ കൂടുണ്ട് കേട്ടോ. അതിന് ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയോളം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചിരിക്കുക. ബൈ.